നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ RTO സംബന്ധമായ, വാഹന സംബന്ധമായ, ലൈസൻസും പിന്നെ വാഹനത്തിൻ്റെ പെർമിറ്റ് മുതലായ ചെല്ലാൻ, അങ്ങനെ വാഹന സംബന്ധമായ എല്ലാ കാര്യങ്ങളും, അതിൻ്റെ എല്ലാ സർവീസുകളും എങ്ങനെ ചെയ്യണമെന്നും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോകളാണ് നമ്മളിതിൽ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും പിന്തുണയും സഹകരണം ഉണ്ടായിരിക്കണം. നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം, ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കണം. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങളിലേക്ക് എത്തുന്നതിന് അത് വളരെ ആവശ്യകതയാണ്. നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോകൾ, എല്ലാ RTO സംബന്ധമായ, വാഹന സംബന്ധമായ, ലൈസൻസ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം എനിക്ക് ഇതിനകത്തൊരു 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ കറക്റ്റ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിരിക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിതിൽ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ വാഹനത്തിനുണ്ടാകുന്ന ചെല്ലാൻ അടയ്ക്കാനുള്ള ബുദ്ധിമുട്ട്. കാരണം നേരത്തെ ആയിരുന്നെങ്കിൽ സൈറ്റിൽ കയറി വണ്ടി നമ്പരോ ചേസ് നമ്പരോ പിന്നെ അല്ലെങ്കിൽ ചെല്ലാൻ നമ്പരോ അടിച്ചു കഴിഞ്ഞാൽ OTP ഇല്ലാതെ തന്നെ നമുക്ക് ചെല്ലാൻ അടയ്ക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ OTP പോയാലേ ചെല്ലാൻ അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ OTP കിടക്കുന്ന ഏത് നമ്പറാണെന്ന് പോലും അറിയാത്ത ചിലരുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് ചെല്ലാൻ അടയ്ക്കാൻ ഇപ്പോൾ. അപ്പോൾ അതിന് ഒരു എളുപ്പ വഴിയുണ്ട്. അതെങ്ങനെയാണെന്നാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ചെല്ലാൻ അടയ്ക്കാൻ വേണ്ടി ആദ്യമായിട്ട് നമ്മൾ അടയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പരിവാഹൻ്റെ ആപ്പ് വഴിയാണ് അടയ്ക്കുന്നത്. അതിനകത്ത് അടയ്ക്കുമ്പോൾ OTPയുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ആദ്യമായി പരിവാഹൻ ആപ്പ് ഇല്ലാത്തവർ പരിവാഹൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. അതിനായി പ്ലേ സ്റ്റോറിൽ തന്നെ കിടപ്പുണ്ട്, പരിവാഹൻ ആപ്പുണ്ട്. എന്നിട്ടത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓൾറെഡി എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ടാണ് എനിക്ക് പിൻ അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് കയറാൻ പറ്റും. അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ സൈനപ്പിൽ കയറി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പിന്നും അടിച്ച് അപ്പം നമ്മുടെ പിന്നെ അടിച്ച് പരിവാഹൻ്റെ സൈറ്റിൽ കയറി അതിനകത്ത് ട്രാൻസ്പോർട്ട് സർവീസ് എന്ന് പറഞ്ഞാൽ ആദ്യം കിടക്കുന്നത് ഓപ്പൺ ആക്കുക. അതിനകത്ത് താഴെ ചെല്ലാൻ സർവീസിനകത്ത് പേയ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, രണ്ടാമത്തെ ഓപ്ഷൻ. ആ പേയ്മെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ചെല്ലാൻ നമ്പർ ഉണ്ടെങ്കിൽ ചെല്ലാൻ നമ്പർ അടിച്ചു കൊടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് വെഹിക്കിൾ നമ്പർ എന്നിടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വെഹിക്കിൾ നമ്പർ അടിച്ചു കൊടുക്കുക. പിന്നെ ചേസ് നമ്പറിൻ്റെ ലാസ്റ്റ് 5 ആക്കാം. പിന്നെ എൻജിൻ നമ്പറിൻ്റെ ലാസ്റ്റ് 5 ആക്കാം. എന്നിട്ട് ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പം അതിനകത്ത് ആ വണ്ടി നമ്പറിലുള്ള ടോട്ടൽ ചെല്ലാനെല്ലാം വരും. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ഫസ്റ്റ് ബാറിൽ എല്ലാ ചെല്ലാനും കാണിക്കും. അതിന് രണ്ടാമത്തെ ബാറിൽ ഞെക്കി കഴിഞ്ഞാൽ അത് പെൻഡിങ് അടയ്ക്കാനുള്ള മാത്രം കാണിക്കും. മൂന്നാമത്തെ ബാറിൽ ഞെക്കി കഴിഞ്ഞാൽ നമ്മൾ അടച്ചത് കാണിക്കും. അപ്പോൾ ഇത് അടച്ചിട്ടില്ല ഈ വണ്ടിയുടെ, അപ്പോൾ അതാണ് അങ്ങനെ വന്നത്. എന്നിട്ട് ഒരു ചെല്ലാൻ്റെ അതിനകത്ത് വ്യൂ ഡീറ്റെയിൽസ് ഞെക്കുകയാണെങ്കിൽ ആ ചെല്ലാൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കും. അത് കഴിഞ്ഞ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആദ്യം ചെല്ലാൻ പ്രിൻ്റ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെല്ലാൻ അടിച്ചാൽ മതി. അത് പ്രിൻറ്റിലേക്ക് വരും. അത് PDF ആയിട്ട് നമുക്ക് മൊബൈൽ വഴി സേവ് ചെയ്യാൻ പറ്റും. അല്ല ഇത് അടയ്ക്കാനാണെങ്കിൽ ഈ പേനോ അടിച്ചാൽ മതി. പേനോ അടിക്കുമ്പോഴത്തേക്ക് നേരെ ട്രഷറിയുടെ ഓപ്ഷനിലേക്ക് പോകും. അതിൽ നമ്മൾ ഈ ട്രഷറി സെലക്ട് ചെയ്ത് അവരുടെ കണ്ടീഷൻ ടിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. ആ പേയ്മെൻറ്റ് ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് UPI ID വെച്ച് നമ്മുടെ Google Pay വഴിയും FonePe വഴിയും എല്ലാം ഈ ചെല്ലാൻ അടയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ മൊബൈൽ നമ്പറിൻ്റെ OTPയുടെ ആവശ്യം വരുന്നില്ല. ഇപ്പോൾ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായൊരു വീഡിയോ ആണെന്ന് കരുതുന്നു. എല്ലാവരും വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ തുടർന്നിടുന്ന ഓരോ വീഡിയോകളിലും നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി